ലോകത്തിൻ്റെ പല സ്ഥലത്തുമായിട്ട് ഫുട്ബോൾ വീണ്ടും വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുക. കുറച്ചെങ്കിലും ചർച്ച കുറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. കാരണം ഏഷ്യ കപ്പിൽ നമ്മൾ ഏതാണ്ട് പുറത്തായി, നല്ല രീതിയിലാണ് പുറത്തായിരിക്കുന്നത്. കാരണം വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചിട്ട് തന്നെ ഇന്ത്യ ഔട്ടായി. അതോടുകൂടി ആ ചർച്ചയ്ക്കൊരു പ്രസക്തി ഇല്ലാണ്ടായി. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൊക്കെ ഫുട്ബോൾ ഒരു മൂലക്കേക്ക് മാറുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ പുറത്ത് അതല്ല സ്ഥിതി. ആഫ്രിക്കയിലായാലും ശരി, യൂറോപ്പിൽ വിൻ്റർ സീസൺ കഴിഞ്ഞ് വീണ്ടും കളി വളരെ സജീവമായിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ ഈ ഏഷ്യ കപ്പിൽ ഒരു ഏറ്റവും മികച്ച കളിയായിട്ടൊന്നുമല്ല, നല്ലൊരു രാഷ്ട്രീയമായിട്ട് പൊതുവെ ലോകത്തിനൊരു പ്രതീക്ഷ നൽകിയ ഒരു കളി എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ ഹോങ്കോങ്ങിൻ്റെ മേലുള്ള വിജയമാണ്. ഇത്രയും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു രാഷ്ട്രം ഒരു ഫുട്ബോൾ കളി ജയിക്കുക, അതും അതിൽ പല കളിക്കാരും ഇല്ലാതെ കളിച്ചിട്ടും ജയിക്കുക എന്നുള്ള ഒരു സംഗതി. അപ്പോൾ ഫുട്ബോൾ വീണ്ടും ഒരു നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയൊരു സമയമാണിതെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഏഷ്യ കപ്പിൽ പാലസ്തീൻ മാത്രമല്ല, അങ്ങനെ പല ടീമുകളും അപ്രതീക്ഷിതമായിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ കയറിയിട്ടുണ്ട്. തജിക്കിസ്ഥാൻ എത്തിയിട്ടുണ്ട്. തജിക്കിസ്ഥാൻ്റെ പോപ്പുലേഷൻ 1 കോടിയും കൂടി ഇല്ല, അവരെത്തിയിരിക്കുന്നു രണ്ടാം റൗണ്ടിൽ. പക്ഷെ പാലസ്തീൻ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ആദ്യത്തെ കളിയിൽ തന്നെ അവരുടെ അപ്രോച്ച് തന്നെ വളരെ വ്യത്യാസമായിരുന്നു. സാധാരണ ഈ ചെറിയ ടീമുകൾ എന്ന് പറയുമ്പോൾ ഈ വലിയ ടീമുകളുടെ അടുത്ത് കളിക്കുമ്പോൾ വളരെ ഡിഫെൻസീവായിട്ട് പേടിച്ചിട്ടാണ് കളിക്കുക. ഇറാൻ്റെ എതിരെ അവർ ഞങ്ങൾക്കും കളിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. 4-1 തോറ്റു. പക്ഷെ ആ ഒരു ഗോൾ അടിച്ചത് തന്നെ അതൊരു മെസ്സേജായിരുന്നു, ഞങ്ങൾക്ക് ആരെയും പേടിയില്ല എന്നുള്ളത്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു ഹൈലൈറ്റായിരുന്നു. നമ്മൾ ഇപ്പം ഫുട്ബോളിനെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കുറേ ഒരു ഇത് ക്ഷണിച്ചിരുന്നു. നല്ല പ്രതികരണമാണ് നമുക്ക് വന്നിട്ടുള്ളത്, ഇല്ലേ സമീറ? ഒരുപാട് കൂടുതൽ വന്നത് യൂട്യൂബിൽ നിന്നാണ്, യൂട്യൂബ് കമൻസ് നിന്നാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അതിലൊരുപാടുണ്ട്. സെലക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അഥവാ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏഷ്യ കപ്പിൽ അത്ര വലിയ പ്രകടനം കാഴ്ചവെക്കാത്തതിൻ്റെ കാരണങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിലിങ്ങനെ പറയുന്നത്, ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ശക്തമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനെ തകർക്കുന്നത് നിലവിലെ രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവങ്ങളും പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും ആണെന്ന് പറയുന്നുണ്ട്. എത്രമാത്രം അതിൽ രണ്ടാമത്തെ ഭാഗമായിട്ട് എനിക്ക് തീരെ യോജിപ്പില്ല. എന്താ വെച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ 40 കൊല്ലം മുമ്പ് ഫുട്ബോൾ പോലെ തന്നെ ഒരു പൈസ ഇല്ലാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ 1,00,000 കൂടി ഇല്ലാതെ നിന്നിരുന്ന ബോർഡായിരുന്നു അത്. പിന്നെ ജഗ്മോഹൻ ദാൽമിയ, IS ബിന്ദ്ര, NKP സാൽവെ, ഇങ്ങനെ കുറേ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൂടി ചേർന്ന് അത് അവിടുന്ന് വളർത്തി വലുതാക്കിയതാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ. അത് കണ്ട് പഠിക്കുക വേണ്ടത് ഫുട്ബോൾ നടത്തുന്ന ആൾക്കാർ. അതേപോലെ തന്നെ ഇപ്പോൾ മുമ്പ് BCCI പ്രസിഡൻ്റായിരുന്ന എൻ ശ്രീനിവാസിൻ്റെ കമ്പനി ഇന്ത്യ സിമെൻറ്റ്സ് കാരണം കേരളത്തിൽ തന്നെ എത്ര അനേകം ക്രിക്കറ്റർമാർക്ക് ഒരു ജോലിയും ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. എത്രയോ പേര് ചെന്നൈയിൽ പോയിട്ട് ഇന്ത്യ സിമെൻറ്റ്സിൻ്റെ പല ടീമുകൾക്കുമായിട്ട് വേണ്ടി അങ്ങനെ കളിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് പോയവരാണ്. അതേപോലെ എന്തെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രഫുൽ പട്ടേലോ കല്യാൺ ചൗബെ ആർക്കെങ്കിലും വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ചിലപ്പോൾ വല്ലതും ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ ഫുട്ബോളിന് വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ ആദ്യത്തെ പിന്നെ ഭാഗം പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം രാഷ്ട്രീയ കളി. അതെ, അതെന്താ വെച്ചാൽ ഇപ്പം ഞാനൊരു എൻ്റെ ജീവിതത്തിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ആദ്യത്തെ 5 കൊല്ലമല്ല, ചെറുപ്പത്തിൽ 5 കൊല്ലം UK-യിലായിരുന്നപ്പോൾ എല്ലാ ആഴ്ചയും ശനിയാഴ്ച ആകുമ്പോൾ സ്കൂൾ കളി കാണാൻ പോകും. അത് കളി കാണാൻ പോകുന്നത് വലിയ മാച്ചൊന്നുമല്ല കേട്ടോ, 10 വയസ്സ് കുട്ടികളുടെ കളി. ഈ നല്ല സ്കൂളിനെതിരെ ഈ കളി നടക്കണമെന്ന് വെച്ചാൽ ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, എവർട്ടൺ, മാഞ്ചസ്റ്റർ സിറ്റി, ബ്ലാക്ക്ബേൺ, ബോൾട്ടൺ, ഈ ക്ലബ്ബുകളിൽ നിന്നൊക്കെ സ്കൗട്ട്സ് വന്ന് ആ കളി കാണുന്നുണ്ടാവും. ഞാൻ ഞാൻ വളർന്ന ആ ടൗണിൽ നിന്ന് ജെറൽ ക്വാൻസ എന്ന് പറഞ്ഞൊരു കളിക്കാരൻ ഇപ്പോൾ ലിവർപൂളിന് വേണ്ടി ഇന്നലെ ഒരു അസിസ്റ്റ് കൊടുത്തു ഒരു കളിയിൽ. ആ ജെറൽ ക്വാൻസ 5 വയസ്സിലാണ് ലിവർപൂളിൻ്റെ അക്കാഡമി ചേർന്നിട്ടുള്ളത്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇതേപോലെ കഴിവുള്ള കുട്ടികൾ എൻ്റെ കൂടെ ഇവിടെ സെൻറ്റ് ജോസഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരാളിപ്പോൾ ഇവിടെ ASI ആണ് നല്ലത്, വേറൊരാൾ സബ് ജയിലിൻ്റെ വാർഡനാണ്. ഇവർക്കൊക്കെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ക്ലബ്ബില്ല, അക്കാഡമി ഇല്ല.
എന്താണ് അടുത്ത സ്റ്റെപ്പ് ആരും പറഞ്ഞു കൊടുക്കാനില്ല. പിന്നെ അവർക്ക് ഈ സ്പോർട്സ് ഫുട്ബോൾ കഴിവുള്ളത് കാരണം ജോലി കിട്ടിപ്പോയി, പക്ഷെ അവരുടെ സ്വപ്നങ്ങൾ എവിടെ എത്തിയില്ല. ഫുട്ബോളിൽ എന്തെങ്കിലും ആവണമെന്നുള്ള സ്വപ്നം എവിടെ എത്താൻ പറ്റിയില്ല. അതെന്തുകൊണ്ട് ഈ നമുക്ക് ഒരു ഫ്രെയിം വർക്ക് ഇല്ല. ലോകത്തെ പല മുൻനിര ക്ലബ്ബുകളും ഇപ്പോൾ ബാഴ്സലോണ ആവട്ടെ, ഒരുപാട് സ്പെയിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ക്ലബ്ബുകളും രാജ്യങ്ങളും ഈ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ സൗജന്യമായിട്ട് പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വീട് മലപ്പുറം, അപ്പം അവിടെ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 1-2 മാസത്തിന് വരെ പോകുന്നവരുണ്ട്. അഥവാ ഈ മുൻനിര ക്ലബ്ബുകളല്ലാതെ ചില യൂറോപ്യൻ ക്ലബ്ബുകളൊക്കെ ഇതൊരു സാമ്പത്തിക ഉപാധിയായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നാട്ടുകാരൊക്കെ പണം എടുത്തിട്ടൊക്കെ ആയിരിക്കും, സ്വരൂപിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ കുട്ടികൾക്ക് പണം നൽകുന്നു, അവർ അവിടെ പോകുന്നു. പക്ഷെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്ന് പറയാറുണ്ട്. അതിലെത്ര മാത്രം അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. എന്ന് വെച്ചാൽ ഒന്ന്, ഇപ്പോൾ യൂറോപ്യൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവർ ഈ പരിപാടി നിർത്തി. ഒരു കുട്ടിയെ അവൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തി എത്രയോ ദൂരെയുള്ള ഒരു ക്ലബിന് പോയി കളിക്കണ ആ റൂൾ തന്നെ അവർ മാറ്റി. ഇപ്പം ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കണമെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും ആ ഏരിയയിൽ അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും ആ ഏരിയയിൽ തന്നെ താമസിച്ചോളണം, മാറ്റി താമസിപ്പിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ കോളേജിലേക്ക് എപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് അയക്കുന്നത് 18 വയസ്സിന് ശേഷമാണ് സാധാരണ. ഫുട്ബോളിലും അതേപോലെ തന്നെ ആയിരിക്കണം. നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ബാഴ്സലോണ ആയാലും സ്പോർട്ടിംഗ് ലിസ്ബൺ ആയാലും പലർക്കും നല്ല അക്കാഡമികളുണ്ട്. സിറ്റിയുടെ മാതൃക അക്കാഡമിയാണ് ഇപ്പോൾ. ഇവരുടെയൊക്കെ ആ എക്സ്പെർട്ടീസ് യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അക്കാഡമി സെറ്റപ്പ് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. അല്ലാതെ അങ്ങോട്ട് അയച്ചിട്ട് 2 മാസം അവിടെ ചിലവഴിച്ചിട്ട് ഭാഷയൊന്നും അറിയാതെ ഭക്ഷണമൊന്നും ശരിയാവാതെ അങ്ങനെയൊന്നും പോയിട്ട് വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഈ നമ്മളെ നാട്ടിൽ ഉള്ള അക്കാദമികൾ ഞങ്ങളെ കുട്ടികൾ അവിടെ പോയി അങ്ങനെ ഒരു പേരിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ടാവാം. അതാണ് ഇത് പ്രശ്നം. എന്താ വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ട ഒരു ഷോന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു. അല്ലെങ്കിൽ ബാഴ്സലോണയുടെ ലേബലുണ്ട്, ആ കളിക്കാരന് ഇവിടെ വന്നു, അവരുടെ ഫോട്ടോ നമ്മുടെ കൂടെ എടുത്തു, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടികൾക്ക് എന്താണ് ഒരു സ്ട്രക്ചേർഡായിട്ട് ഒരു ഫ്രെയിം വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല. വേറൊരു കാര്യം പറഞ്ഞാൽ ഞാൻ എവിടെ വായിച്ചു, ഇപ്പോൾ അർജൻറ്റീന ഇവിടെ വന്ന് 3 കൊല്ലം കളിക്കാൻ വേണ്ടി 100 കോടി ചിലവഴിക്കുന്നു. ഒരു ഫുൾ സൈസ് പിച്ച് വേണമെങ്കിൽ എല്ലാം അടക്കം, ഡ്രെയിനേജ്, സ്പ്രിങ്ക്ലറൊക്കെ അടക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 70 ലക്ഷത്തിന് 1 കോടിക്ക് അടുക്കി ചിലവഴിച്ച് ഒരു ഫുൾ പിച്ച് കിട്ടും. ഇവിടെ എത്ര തന്നെ, നമ്മുടെ നാട്ടിൽ എത്ര തന്നെ ഫുൾ സൈസ് പിച്ചുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. ഇപ്പോൾ ഏഷ്യ കപ്പിന് നിങ്ങൾ നേരത്തെ ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയും ദയനീയമായിട്ട് തോറ്റു. ഫുട്ബോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് പാസിങ്, ഒന്ന് മൂവ്മെൻറ്റ്. ഈ ചെറിയ കേജിൽ കളിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഇത് രണ്ടും പഠിക്കാൻ പോകണം? ഫുൾ പിച്ചിൽ കളിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് എവിടെ ചാൻസ് കിട്ടുന്നത്? നമ്മുടെ ഏതെങ്കിലും സ്കൂളിൽ, എത്ര തന്നെ സ്കൂളിൽ ഫുൾ സൈസ് പിച്ചുണ്ട്? എവിടെയില്ല. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വയസ്സായ ചെക്കൻ UK-യിലായാലും ജർമ്മനിയിലായാലും അവൻ കളിച്ച് പഠിക്കേണ്ടത് ഫുൾ സൈസ് പിച്ചിലാണ്. 90 മിനിറ്റ് കളിക്കുന്നുണ്ടാവില്ല, 40-60 മിനിറ്റൊക്കെ കളിക്കുള്ളൂ. പക്ഷെ അവൻ ആദ്യം തൊട്ടേ അവന് പാസ് ചെയ്യാനും എവിടെയാണ് പൊസിഷൻ എടുക്കേണ്ടതെന്നും അറിയാം. അതിലാണ് പൈസ ചെലവഴിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനത്തെ ഒരു ഗിമിക്സിലല്ല. കേരളത്തിൽ അർജന്റീന വരുന്നത് ഗുണമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആള് കമന്റ് ചെയ്തതാണ്. അതിൽ എന്തർത്ഥത്തിലാണ് ഇന്ത്യൻ ഫുട്ബോളിന് അതിൽ ബെനിഫിറ്റ് കിട്ടാന്ന് ചോദിക്കുന്നത്. 2025 ഇത് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴേക്കും മെസ്സിക്ക് 38 വയസ്സായിരുന്നു. 38 വയസ്സായ മെസ്സി കേരളത്തിൽ വന്നിട്ട് ആർക്ക് ഗുണം ഉണ്ടാവാനാണ്? അത് കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ രാഷ്ട്രീയക്കാർക്കോ ബിസിനസ്സുകാർക്കോ അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വെച്ച് പേപ്പറിലൊക്കെ വലിയ ന്യൂസാക്കി മാറ്റാം. അല്ലാതെ ഇവിടുത്തെ ഫുട്ബോളിന് അത് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യും? പക്ഷേ മെന്റർ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് വലിയ ഫിഗർ അല്ലേ അതിന്റെ ഒരു ഫുട്ബോളിംഗ് ഫിഗറാണ്. അതിപ്പോ ഓൾറെഡി ആണല്ലോ. കുട്ടികളൊക്കെ ഇപ്പോൾ മെസ്സിയുടെ യൂട്യൂബും അല്ലാതെ ലൈവ് സ്ട്രീമിങ്ങും ഒക്കെ കണ്ടിട്ട് തന്നെ വളരുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാ ഈ 100 കോടി എൻ്റെ അടുത്ത് തരികയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ 2 കാര്യം ചെയ്താൽ മതി.
ഒന്ന് ഈ 3 കൊല്ലം 3 കോൺഫറൻസ് വയ്ക്കുക, 3 ദിവസത്തിൻ്റെ 3 കോച്ചിങ് കോൺഫറൻസ്. ഒരു കൊല്ലം നിങ്ങൾ ഗ്വാർഡിയോളെ വിളിക്കുക, അടുത്ത കൊല്ലം ക്ലോപ്പ്, പിന്നെ അല്ലെങ്കിൽ ബിയൽസ, ആൻസ്ലോട്ട്, ഇങ്ങനെ 3-4 പേരെ വിളിച്ചിട്ട് 3 ദിവസത്തെ കോൺഫറൻസ് നിങ്ങളുടെ എല്ലാ നാട്ടിലത്തെ എല്ലാ കോച്ചസിനും ഫ്രീ ആയിട്ട്, നമ്മുടെ നാട്ടിലത്തെ കേരളത്തിൽ നിന്ന്, പുറമേ നിന്ന് വരുന്നവന് ചാർജ് ചെയ്യുക, എത്ര $1000 എത്ര വെച്ചാൽ. ഈ കോൺഫറൻസ് നടത്തിയിട്ട് നമ്മുടെ കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് തീരെ മോശമാണ്. അതാണ് ഒരു മെയിൻ പ്രശ്നം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടാക്ടിക്സ് എന്താണ്? ടാക്ടിക്സ് മാത്രമല്ല, അത് ഫിറ്റ്നസ് തൊട്ട് ഡിസിപ്ലിൻ എല്ലാം, അത് അവരുടെ അക്കാഡമിയൊക്കെ എല്ലാം ആലോചിച്ചിട്ട് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് വരെ അവർ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ഈ അക്കാഡമി നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ കോച്ചസിന് ഈ വർക്ക്ഷോപ്പ് നടത്തിയാൽ നിങ്ങൾ ഒരു ചില്ലി കാശ് ചിലവാക്കേണ്ടി വരില്ല. അതിന് സ്പോൺസർ ഗ്വാർഡിയോള വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് 100 സ്പോൺസേഴ്സിനെ കിട്ടും. പിന്നെ ഈ 100 കോടി കൊണ്ട് ഈ അർജൻറ്റീന വിളിക്കുന്നതിന് പകരം ഒരു കുട്ടിക്ക് അക്കാഡമി ലെവൽ കോച്ചിങ് കൊടുക്കണമെങ്കിൽ എല്ലാം അടക്കം, ഇപ്പോൾ ശരിക്കുള്ള ഡയറ്റ്, യൂണിഫോം, 2 യൂണിഫോമാണ്, 2 സെറ്റ് ബൂട്ട്സ്, ഷിൻ പാഡൊക്കെ അടക്കം ഒരു കൊല്ലത്തേക്ക് കഷ്ടി $1,00,000 വേണം ഒരു കുട്ടിക്ക്. ഒരു ജില്ലയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു 100 കുട്ടികളെ എടുക്കുക. ഇതൊരു ഫ്രീബി അല്ല കേട്ടോ, ഇത് ശരിക്കുള്ള കഴിവുള്ള കുട്ടികളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. 100 കുട്ടികൾ ഒരു ജില്ലയിൽ നിന്ന്, അങ്ങനെ 15 ജില്ലയിൽ നിന്ന് 1500 കുട്ടികളെ എടുത്താൽ തന്നെ നിങ്ങൾക്ക് 15 കോടിയാവുള്ളൂ. ഇങ്ങനെ പൈസ ചിലവാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ കുറച്ച് പേർക്ക് മെസ്സിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇതിൽ ചോദിച്ചൊരു ചോദ്യമാണ്, കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കേരള ഫുട്ബോൾ അസോസിയേഷന് നൽകിയിട്ടുള്ള 800 കോടി രൂപയുടെ ധനസഹായം എന്ന് പറയുന്നത്. അപ്പോൾ KFA അന്താരാഷ്ട്ര ഉച്ചകോടി എങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുവെ ഒരു സ്പോർട്സ് മേഖലയെ എങ്ങനെയാണത് പ്രോത്സാഹിപ്പിക്കുന്നത്? ഇത് ഈ പൈസ ആര് ചെലവഴിക്കണമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. എത്രത്തോളം ഫുട്ബോളിനെ പറ്റി അറിവുണ്ട്. ഇപ്പം നമ്മൾ ഒരു കേരളത്തിന് വേണ്ടി ഒരു ഫുട്ബോൾ സ്ട്രക്ചർ നടപ്പിലാക്കാൻ നോക്കുകയാണെങ്കിൽ അത് എവിടെ നോക്കിയിട്ട് നടപ്പിലാക്കണം? അതിപ്പോൾ അത് ചെയ്യണവർക്ക് ഇത് അറിയണം. അതിപ്പോൾ നേരത്തെ പറഞ്ഞു, മാഞ്ചസ്റ്റർ സിറ്റി ഒരു മാതൃകാ ക്ലബ്ബാണ്. ആ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവരുടെ അക്കാഡമി സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, എവിടുന്ന് കുട്ടികൾ വരുന്നു, അവർക്ക് എങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കണം, അതൊക്കെ. അതേപോലെ പോർച്ചുഗലിൽ ബെൻഫിക്ക, സ്പോർട്ടിംഗ് ലിസ്ബൺ, അർജൻറ്റീനയിൽ അർജൻറ്റീനോസ് ജൂനിയേഴ്സ്, ബോക്ക ജൂനിയേഴ്സ്, ഇവരൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ എല്ലാവരുടെയും എന്താ പറയുക, ഇപ്പോൾ MBAക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയും. അത് നോക്കിയിട്ട് വേണം നമ്മൾ കോപ്പി ചെയ്യാൻ. പിന്നെ എത്രയോ കാലമായിട്ട് ഞാൻ ആൾക്കാരായിട്ട് തല്ലുകൂടുന്ന ഒരു കാര്യമാണ്, ഇവിടെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, സ്ഥലമില്ല, അതില്ല എന്നൊക്കെ ഇത് സ്ഥിരം ഒരു എക്സ്ക്യൂസാണ്. ഞാൻ ഹോങ്കോങ്ങിൽ പോയിരുന്നു കുറച്ച് കൊല്ലം മുമ്പ്. ഹോങ്കോങ്ങിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി 7000 ആളാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ. കേരളത്തിൻ്റെ 7 ഇരട്ടി. അവിടെ എല്ലാ ഏരിയയിലും ഒരു പബ്ലിക് പാർക്കുണ്ട്. എല്ലാ ഏരിയയിലും, ഒരു സിറ്റിയുടെ ഏത് ഏരിയയിൽ പോയാലും ആ പബ്ലിക് പാർക്കിൽ എല്ലാവിധ ജിംനാസ്റ്റിക് എക്വിപ്മെൻറ്റും ഉണ്ടാവും. വിക്ടോറിയ പാർക്കിലൊക്കെ ഒരു പബ്ലിക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ടോപ്പ് ലെവൽ അത്ലറ്റിക് ഫെസിലിറ്റീസ്, സ്വിമ്മിംഗ് പൂള് തുടങ്ങി ജിം തൊട്ട് എല്ലാം സാധാരണക്കാരന് പറ്റും. ഇതിപ്പോൾ ഈ 800 കോടി കൊണ്ട് ഇത് പ്രൈവറ്റ് വല്ലവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഒരു കാര്യമില്ല. അധികം പേർക്കും പൈസ കൊടുത്ത് പോകാൻ പറ്റില്ല. ഇത് എങ്ങനെയെങ്കിലും സബ്സിഡൈസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റണം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു, 1 കോടി ചിലവഴിച്ചാൽ ശരിക്കും ഒരു ഫുൾ സൈസ് പിച്ച് നമുക്ക് വെക്കാമെന്ന് മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, സ്പ്രിങ്ക്ലറും എല്ലാം വെച്ചിട്ട്. അതേപോലെ ഒരു കുട്ടിയുടെ ഒരു കൊല്ലത്തെ ചിലവ് ഏകദേശം $1,00,000. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്താൽ വല്ല ഗുണം ഉണ്ടാവും.
ഇത് 15 ഡിസ്ട്രിക്റ്റിൽ 15 അക്കാഡമി എന്തെങ്കിലും വെച്ച് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ, പക്ഷെ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വല്ലവരെയും കൊണ്ടുവന്ന് അക്കാഡമി തുടങ്ങിയിട്ട് കാര്യമില്ല. ഏതാണ് ഏറ്റവും നല്ല അക്കാഡമി നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ നമ്മുടെ ട്വിറ്ററിന് വേണ്ടിയോ ഫേസ്ബുക്കിനോ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപാട് താരങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേഡിയങ്ങൾ വിട്ട് കിട്ടുന്നില്ല പരിശീലനത്തിനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുള്ളത്. അത് ശരിക്കും ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. എന്താ വെച്ചാൽ നമ്മളൊക്കെ കുട്ടികളായിരുന്ന ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു പാടത്തെങ്കിലും പോയി കളിക്കാൻ പറ്റും. ഇപ്പം അതും ഇല്ല, ഒന്നുമില്ല. ഇപ്പം എല്ലാവരുടെയും പാടങ്ങളൊക്കെ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സ് ആയല്ലോ. അപ്പോൾ എവിടെ പോയി കളിക്കും കുട്ടികൾ? പിന്നെ നിങ്ങൾ പറയും ഇന്ത്യൻ കളിക്കാർക്ക് പാസ് ചെയ്യാൻ അറിയില്ല, ഓടാൻ അറിയില്ല. ഇതൊക്കെ 5-6 വയസ്സിൽ പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ്. ഒരു ഫുട്ബോളറുടെ ജീവിതം 18 വയസ്സിലല്ല തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഈ ആൾക്കാരെ ഒരു ഫെസിലിറ്റീസും കൊടുക്കാതെ പിന്നീട് പറയണോ ഇവരൊന്നിനും കൊള്ളില്ല. ആദ്യം സെറ്റപ്പ് ചെയ്യും. ഈ കുറേ 60,000 സീറ്റ് സ്റ്റേഡിയം ഒന്നും കെട്ടിയിട്ട് ആർക്കും ഒരു ഗുണമില്ല. അത് ഈ വെള്ളാനകളുടെ നാട് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ബ്രസീലിനൊക്കെ പറ്റിയത് അതാണ്. ആമസോൺ ജംഗിളിൽ പോയിട്ട് 60,000 സീറ്റ് സ്റ്റേഡിയം അവരിപ്പോൾ എന്താ ചെയ്യണം? അവിടെ കുരങ്ങന്മാരൊക്കെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലിരിക്കുക, ഒന്നും ഒരു ഉപയോഗമില്ല ആർക്കും. അതുപോലെ ആവരുത്. ആ ഉള്ള ഈ 800 കോടി ശരിക്കും ഉപയോഗിച്ചാൽ നല്ല വ്യത്യാസം കാണാൻ പറ്റും. ഈ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു പരിശീലനത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ബോട്ടൺ എന്ന് പറയാറുണ്ട്. അഥവാ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഏഷ്യൻ കപ്പിലാണെന്നുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങൾ ഒരുപാട് മുന്നേറുമ്പോഴും ഇന്ത്യ അവിടെ നിൽക്കുന്നത് അതൊരു റീസണായിട്ട് പറയാറുണ്ട്. എത്രമാത്രം അതിലൊരു അത് തീർച്ചയായിട്ടും ശരി. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്ത്യ ഏറ്റവും മോശമായി തോറ്റ കളി ഏഷ്യൻ കപ്പിൽ ഉസ്ബെക്കിസ്ഥാനായിട്ട് 3-0. ഉസ്ബെക്കിസ്ഥാൻ്റെ പോപ്പുലേഷൻ ഇപ്പം 3.5 കോടി, കേരളത്തിൻ്റെ പോപ്പുലേഷനേ ഉള്ളൂ. പക്ഷെ ഉസ്ബെക്കിസ്ഥാൻ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലെ കുറേ പൈസ ചെലവഴിച്ച് കുറേ ഫോറിനേഴ്സിനെ കൊണ്ടുവരുന്നതിന് പകരം അവരുടെ യൂത്ത് സിസ്റ്റത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിലും അവർ ഏഷ്യൻ ടോപ്പ് ലെവലിലാണ്. Under-20 ചാമ്പ്യൻസ് ആണ്. ബാക്കി Under-18 ടീമുകളൊക്കെ ക്വാർട്ടർ ഫൈനലും സെമിയൊക്കെ എത്തുന്നുണ്ട്. അതിലത്തെ ഇന്ത്യയുടെ എതിരെ ആദ്യത്തെ ഗോൾ അടിച്ച പയ്യനാണ് Under-20 ഏഷ്യൻ കപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ മോസ്കോയിൽ കളിക്കുകയാണ്. അപ്പം അവരുടെയൊക്കെ ഫോക്കസ് അതിലാണ്. അവർക്കറിയാം ഗ്രാസ് റൂട്ട്സിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ കളി തന്നെ നന്നാവും. ഇവിടെ നമ്മുടെ AIFFൻ്റെ വിചാരം എന്താ വെച്ചാൽ നമുക്ക് ആകാശത്തിൽ കുറച്ച് ടൈലിട്ടാൽ താഴത്തേക്ക് എങ്ങനെയോ അത് ഒരു വീടായി മാറുന്നതാണ്. അതല്ല, ഏത് വീടായാലും ഒരു അടിത്തറ വേണം. ഇന്ത്യൻ ഫുട്ബോളിന് എത്രയോ കാലമായിട്ട് അതില്ല. ഇവിടെ ഈ ISL, I ലീഗ് പല ക്ലബ്ബുകളും അവർക്ക് അക്കാഡമി ഉണ്ട് എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്. ISLന്റെ പരിശീലനം ശരിക്കും ഒരു രാഷ്ട്രത്തിൻ്റെതായിട്ട് വരേണ്ടതല്ലേ? അല്ല, അത് പക്ഷേ ഒരു പ്രൈവറ്റ് ലീഗ് ആണല്ലോ. ശരിക്കും അത് റിലയൻസിന്റെ ഓണർഷിപ്പിൽ നടക്കുന്ന ലീഗാണ്. അതുതന്നെ ഒരു പ്രശ്നമാണ്. എങ്ങനെയാണ് ഒരു നാഷണൽ ലീഗ് ഒരു പ്രൈവറ്റ് ബോഡി നടത്തേണ്ടതെന്ന് ഇപ്പോൾ വേറെ ഒരു രാജ്യത്തും അതില്ല. പിന്നെ അത് കാരണം അവരുടെ ഇഷ്ടവും അനിഷ്ടങ്ങളും അനുസരിച്ചിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ കോച്ച് പറഞ്ഞിരുന്നത് 4 ആഴ്ചത്തെ പരിശീലനം വേണം ഏഷ്യൻ കപ്പിന് മുമ്പ്. അതിൽ തെറ്റൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രയോ പിന്നോക്കാണ് ജപ്പാൻ്റെയും കൊറിയയുടെ ഒക്കെ നോക്കുമ്പോൾ. അപ്പോൾ ആ 4 ആഴ്ച തന്നെ വേണമായിരുന്നു. പക്ഷെ ഇവർക്ക് ISL നീട്ടാൻ പറ്റില്ല മാർച്ചിനപ്പുറത്ത്. എന്താ വെച്ചാൽ IPL ക്ലാഷ് ചെയ്ത് റിലയൻസിൽ അതിലും ടീമുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു കോംപ്രമൈസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റും ഫുട്ബോളും മിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ക്രിക്കറ്റ് നടന്നോളും. ഫുട്ബോൾ അതേപോലെ ബാക്കി രാജ്യത്തുള്ള പോലെ മെയ് വരെ നിങ്ങൾ സീസൺ കളിക്കൂ. എന്നിട്ട് വേണ്ടപ്പോൾ ബ്രേക്ക് എടുക്കുക. നാഷണൽ ടീമിന് ബെനിഫിറ്റ് വരുന്ന ആവശ്യമുണ്ടെങ്കിൽ ആ 4 ആഴ്ചത്തെ ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ ഒരു ചോദ്യം വന്ന ഒരു ചോദ്യമാണ്. അഥവാ 2034 ഇന്ത്യ ലോകകപ്പിന് ഹോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ.
അപ്പോൾ അതിൽ വന്ന ചോദ്യം ഇതാണ്, അഥവാ ഫുട്ബോളിൽ നമ്മൾ സ്വന്തമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാക്കുകയാണോ ആദ്യം വേണ്ടത്, അതോ ഒരു ലോകകപ്പ് ഹോസ്റ്റ് ചെയ്യുകയാണോ വേണ്ടത് എന്നാണ് ചോദ്യം. അല്ല, അതെന്തായാലും സ്വന്തമായിട്ട് മുന്നേറുന്ന വേണം ആദ്യം. എന്താ വെച്ചാൽ അതില്ലാതെ ഇപ്പോൾ പിന്നെ പറ്റുക വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ പറയും ഇപ്പോൾ ഖത്തർ എന്ത് മോശമായിട്ടാണ് ചെയ്തത് 2022. പക്ഷെ ഖത്തർ അത് നടത്തുമ്പോൾ ഏഷ്യൻ ചാമ്പ്യന്മാരായിരുന്നു. അവരുടെ ആദ്യത്തെ ലോകകപ്പാണെങ്കിലും അവർ ഏഷ്യൻ ചാമ്പ്യന്മാരായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു നില എത്താതെ ഇത് നടത്തിയിട്ട് അത് ഒരു നെഗറ്റീവ് ഇഫക്റ്റേ ഉണ്ടാവുള്ളൂ. വളരെ ദയനീയമായിട്ട് ഇപ്പോൾ ബ്രസീലിനോ ജർമ്മനിക്കോ ഇറ്റലിക്കോ എതിരെ 8 ഗോളൊക്കെ വാങ്ങി തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നോക്കം പോവുകയുള്ളൂ. ഇപ്പോൾ ചൈനയ്ക്കൊക്കെ അത് പറ്റി. അവർ ആകെ ക്വാളിഫൈ ചെയ്ത ഒരു ലോകകപ്പിൽ ഏതോ ഒരു മാച്ച് വളരെ ദയനീയമായിട്ട് തോറ്റു 2002. അതിനുശേഷം അവർക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ്. നമ്മൾ ഡിസേർവിങ് അല്ലാതെ ഹോസ്റ്റ് ചെയ്താൽ അത് എനിക്ക് തോന്നുന്നില്ല ശരിയാവുന്നു. ഇന്ത്യൻ വംശജരായിട്ടുള്ള താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് അത്രമാത്രം എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ ഒരുപാട് കാലമായിട്ട് ഇന്ത്യ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ചോദ്യം. എന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായിട്ട് പറയുന്നതാണ് ഇത്. ഒരു 23 കൊല്ലം മുമ്പ് ഹർപാൽ സിംഗ് എന്ന് പറഞ്ഞൊരു വിങ്ങർ ഉണ്ടായിരുന്നു, ലീഡ്സ് യുണൈറ്റഡിന് കളിച്ചിരുന്നു. ആ കാലത്ത് ലീഡ്സ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലത്തെ തന്നെ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് സെമിയൊക്കെ എത്തി. അപ്പോൾ ഈ ഹർപാൽ സിംഗിനൊക്കെ വേണമെങ്കിൽ PIO കാർഡ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും യാൻ ദണ്ഡ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ റോസ് കൗണ്ടിക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ലിവർപൂൾ അക്കാഡമി 5 കൊല്ലം അവിടെ സ്പെൻഡ് ചെയ്ത കളിക്കാരന്, നല്ല കളിക്കാരന്, ഞാൻ കളി കണ്ടിട്ടുമുണ്ട്. അവൻ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, അപ്പം നിങ്ങൾ എന്തെങ്കിലും എനിക്കത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷാജി പ്രഭാകരനായിരുന്നു തോന്നുന്നു സെക്രട്ടറി ജനറൽ. ഷാജി പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്താൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, കൺസിഡർ ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ UK കളിക്കുന്ന ഒരു കളിക്കാരന് വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ അവരുടെ രാജ്യം ഫിഫ റാങ്കിങ്ങിന് ആദ്യത്തെ 75 പെടണം, അല്ലെങ്കിൽ അത്രയും ഒരു നിലവാരത്തിൽ കളിച്ച ഒരാളാണെന്ന് തെളിയിക്കാൻ പറ്റണം. ഇപ്പോൾ വേറെ വല്ല ബുണ്ടസ് ലീഗയിലോ ഫ്രാൻസിലോ ഒക്കെ കളിച്ച് അവിടെ എത്രയോ ഗോളോ അതൊക്കെ അടിച്ചിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ കിട്ടും. ഇപ്പം ഇങ്ങനെ സ്കോട്ട്ലൻഡിൽ കളിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് ഇവിടെ വന്നാൽ തിരിച്ചവിടെ പോയി കളിക്കാൻ പറ്റില്ല, പിന്നെ അവൻ്റെ കരിയർ തന്നെ നശിച്ചു പോകും. അപ്പോൾ എനിക്കതിനെപ്പറ്റി ഒരു അഭിപ്രായമില്ല. ഇപ്പോൾ നമ്മൾ തോറ്റ സിറിയ വേറൊരു ടീം, 2 കളിക്കാർ 2 or 3 കളിക്കാർ അർജൻറ്റീനയിൽ ജനിച്ച് വളർന്നവരാണ്, വേറൊരാൾ ഗ്രീസിൽ, ഒരാൾ സ്വീഡൻ. അപ്പോൾ എല്ലാ ടീമുകളും ചെയ്യേണ്ട ജോർഡൻ, പാലസ്തീൻ, ഇവരിലൊക്കെ ബെൽജിയമിലും യൂറോപ്പിലൊക്കെ വേറെ രാജ്യങ്ങളിൽ നിന്ന് വളർന്ന ആൾക്കാരുണ്ട്. മൊറോക്കോ ലോകകപ്പ് സെമി എത്തിയപ്പോൾ എത്രയോ കളിക്കാർ, ഏകദേശം 10 കളിക്കാർ ഫ്രാൻസിലും നെതർലൻഡ്സിലും ബെൽജിയമിലും ജനിച്ച് വളർന്നവരാണ്. നമ്മളിത് ചർച്ച ചെയ്ത് വരുമ്പോൾ ഈ ഇന്ത്യ ഇപ്പം ഏഷ്യ കപ്പിൻ്റെ ഒരു കാര്യം നമ്മൾ നേരത്തെ പറയാൻ പറ്റുമോ, ഇന്ത്യയുടെ പരാജയത്തിൻ്റെ അതിനൊന്ന് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കളിക്കാരുടെ സ്റ്റാൻഡേർഡ് പോരാ. അത് എന്തുകൊണ്ട് പോരാന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ എത്ര കുട്ടികൾ ഒരു 15-16 വയസ്സിന് മുമ്പ് ഒരു ഫുൾ പിച്ചിൽ കളിക്കുന്നു. എല്ലാവരും നമ്മുടെ സ്കൂളിൻ്റെ ചെറിയ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ കേജിലൊക്കെ പോയി കളിക്കുകയാണ്. അവിടെ ഒരിക്കലും നമുക്ക് ഗെയിമിൻ്റെ ഒരു ഫുൾ പിക്ചർ കിട്ടില്ല. നേരെ തിരിച്ചിപ്പോൾ ഒരു ചെറിയ രാജ്യമായ ഉസ്ബെക്കിസ്ഥാൻ ആയാലും കൂടി അവിടുത്തെ കുട്ടികൾ ശരിക്കുള്ള പിച്ചിൽ കളിച്ചിട്ടാണ് വളരുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൽസ് തീർച്ചയായിട്ടും അവരുടെ അത്ര എത്തുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയ ലീഗ് ISL അതിലുള്ള ക്ലബ്ബുകളും കൂടി ശരിക്കും അക്കാഡമികൾ നടത്തുന്നില്ല. ബാംഗ്ലൂരു FC ചെയ്യുന്നുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് എത്രത്തോളം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ 1-2 ടീം, പിന്നെ കൽക്കട്ടയിൽ മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാളും.
അങ്ങനെ ഒരു ആകപ്പാട് ഐ ലീഗും ISL എടുത്ത ഒരു 5-6 ടീം മാക്സിമം എന്തെങ്കിലും പൈസ ചിലവഴിക്കുന്നുണ്ട്. എന്തെങ്കിലും പൈസ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ പ്ലെയർക്ക് കൊടുക്കണേലും കുറവാട്ടോ ഒരു ഈ അക്കാഡമി എന്നും പറഞ്ഞ് ചിലവഴിക്കുന്നത്. അപ്പം അതാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നീട് നമ്മൾ കളിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ബാക്കി നമ്മൾ തോറ്റ ടീമിൻ്റെ സ്റ്റാൻഡേർഡ് നോക്കും. സിറിയയുടെ ഗോൾ അടിച്ച കളിക്കാരൻ 7 കൊല്ലം മുമ്പ് ഏഷ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയിരുന്നു. ഇന്ത്യയുടെ ഒരു കളിക്കാരൻ ഒരു ഏഷ്യൻ ഓൾ സ്റ്റാർ ടീമിൽ നോമിനേറ്റ് ചെയ്തിട്ട് 40 കൊല്ലത്തിലധികം. എനിക്ക് ബ്രഹ്മാനന്ദായിരുന്നു അവസാനം 1980-കളിൽ. അതിനുശേഷം ഒരു ഇന്ത്യനും അതിന് അടുത്ത് കൂടി പോയിട്ടില്ല ഒരു ഏഷ്യൻ ഓൾ സ്റ്റാർ ആവാൻ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഗോൾ അടിച്ച ഒരാൾ ബെസ്റ്റ് യങ് പ്ലെയർ ആയിരുന്നു. ഇങ്ങനത്തെ ടീമുകളുടെ എതിരെ നമ്മൾ കളിക്കണം. അപ്പം എങ്ങനെ ജയിക്കാനാണ്? ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഫോക്കസ് ചെയ്താൽ ഒരു 8-12 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് കാണാൻ പറ്റും. ഇതിലൊരു വന്നൊരു ചോദ്യമാണ്, അഥവാ സൂപ്പർ ലീഗ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് എങ്ങനെ ചാമ്പ്യൻസ് ലീഗിനെയും അതേപോലെ ഫുട്ബോളിൻ്റെ മൊത്തത്തിലുള്ളൊരു ഒരു ക്രമങ്ങളെ എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. എനിക്ക് സൂപ്പർ ലീഗിനെ പറ്റി യാതൊരു അഭിപ്രായമില്ല. അതൊരു വൃത്തിയായിട്ട പരിപാടിയാണ്. ശരിക്കും പൈസ ഉള്ളവരുടെ കയ്യിൽ കുറച്ചും കൂടി പൈസ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണെന്ന് മാത്രമേ ഉള്ളൂ. അത് പറ്റിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ സൂപ്പർ ലീഗിന് വേണ്ടി ഏറ്റവും പൊരുതിയിട്ടുള്ള 3 ക്ലബ്ബുകൾ റിയൽ മാഡ്രിഡും ബാഴ്സലോണയും യുവൻറ്റസുമാണ്. അവരെ ഞാൻ കുറ്റം പറയില്ല. എന്താ വെച്ചാൽ അവരുണ്ടാക്കുന്ന പൈസ ചിലവാക്കാൻ പറ്റുള്ളൂ. നേരെ തിരിച്ചിപ്പോൾ ഒരു അബുദാബിയോ അല്ലെങ്കിൽ ഒരു ഖത്തറോ ബാങ്ക് റോൾ ചെയ്യണ ഒരു ക്ലബ്ബാകുമ്പോൾ അവർക്ക് ആ ലിമിറ്റേഷൻ ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ സൗദിയിലത്തെ ഒരു ടീമാകുമ്പോൾ അവർക്ക് തോന്നിയ പോലെ ചിലവാക്കാൻ പറ്റും. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ എന്നുള്ളത് ശരിക്കും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ലീഗിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റിൽ തന്നെ നേരെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പം റീസെൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണല്ലോ. അപ്പോൾ അത് വലിയ അതിന് ഈ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ടീമിൻ്റെ ഒരു ക്ലബിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് വളരെ ആശങ്കാജനകമായ ഒരു അവസ്ഥയിലല്ലേ പോകുന്നത്? അതെ, അത് പക്ഷെ കുറച്ച് കൊല്ലമായിട്ട് ഇപ്പം എന്താ അതിപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ മീൻ വിൽക്കണവരോട് ചോദിച്ചാൽ അവർ പറയും എപ്പോഴും ഒരു മീൻ ചീഞ്ഞ് തുടങ്ങാൻ തലേന്നാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അതാ പറ്റിയിട്ടില്ല. അത് ക്ലബിൻ്റെ ഓണർഷിപ്പ് തന്നെ എത്രയോ കാലമായിട്ട് ചീഞ്ഞ് നാറുന്നതാണ്. അത് അവരെ മാറ്റാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഈ ഇടയ്ക്ക് 25% ഷെയർ സർ ജിം റാറ്റ്ക്ലിഫ് വാങ്ങിയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന കുറച്ച് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു മൈനോറിറ്റി ഓണറായിട്ട് എത്രത്തോളം മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സർ അലക്സ് ഫെർഗുസൺ പോയ ഒരു 10-10.5 കൊല്ലത്തിൽ അവരൊരുവിധം എല്ലാം ചെയ്തിട്ടുള്ളത് എല്ലാം തെറ്റാണ്. അവിടെ വന്നിട്ടുള്ള എത്രയോ നല്ല മാനേജർമാരും കളിക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല കളിക്കാർ മോശമായി, നല്ല മാനേജർമാർ മോശമായി. എന്തുകൊണ്ട് അവിടുത്തെ സ്ട്രക്ചർ മുഴുവൻ തെറ്റായതാണ്. ഇതിൽ വന്ന വേറൊരു ചോദ്യം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിന്നൊരു മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ടായിരുന്നു 1-2. പക്ഷേ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് ആ പഴയ പ്രതാപത്തിൽ തന്നെയാണ്. അപ്പോൾ അവരെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഒരാൾ. അതെനിക്ക് 2 അഭിപ്രായമുണ്ട്. സിറ്റി എന്ന ഫുട്ബോൾ ടീം ശരിക്കും ഒരു മാതൃക ടീമാണ്. അവർ എല്ലാ മാച്ചും എനിക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്. ഗാർഡിയോളയുടെ കോച്ചിങ്, അവരുടെ കളിക്കാർ വളരെ എന്താ പറയുക, ഇപ്പം നമുക്ക് ഒരു കുട്ടിയോട് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടിയെ കോച്ചിങ്ങിന് കൊണ്ടുപോകണ അച്ഛനോ അമ്മയോ, അല്ലെങ്കിൽ ഒരു കോച്ചാവാൻ താല്പര്യമുള്ള ഒരാൾ, അവരോട് ഞാൻ ആദ്യം പറയും നിങ്ങൾ സിറ്റിയുടെ കളി പോയി കാണുമെന്നാണ് പറയുക. അവരത്രയും നന്നായി കളിക്കുന്നതാണ്. അതേപോലെ അവരുടെ ഫുട്ബോൾ ഫ്രെയിം വർക്ക് പെർഫെക്റ്റാണ്. ആ ക്ലബ്ബ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് മുഴുവൻ, ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആയാലും CEO ആയാലും എല്ലാവർക്കും അവനവൻ്റെ റോള് കൃത്യമായിട്ട് അറിയാം. അത് പെപ് ഗാർഡിയോള എന്ന് പറഞ്ഞ് കോച്ചിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ചിട്ട് അതേപോലെ തന്നെ അവർ ആ ക്ലബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെയാണ് അവർ ഇത്രയും ജയിച്ചിട്ടുള്ളത്. പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾസ്, അത് UEFA പ്രസിഡന്റ് വരെ പറഞ്ഞിട്ടുണ്ട് അവരത് ലംഘിച്ചിട്ടുണ്ടെന്ന്.
അത് ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പാണ് പറഞ്ഞത്. അപ്പോൾ ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. 115 ചാർജാണ്. ഒരു 2008-ലും 8-നും 17-നും ഇടയ്ക്ക് ഇത് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾസ് ലംഘിച്ചു എന്നുള്ളതിനെ പറ്റി. അത് അതിൻ്റെ ഡീറ്റെയിൽസിൽ അധികം എനിക്ക് പോകാൻ താല്പര്യമില്ല. അതിലൊരു മെയിൻ ഇതെന്താ വെച്ചാൽ സ്പോൺസർഷിപ്പ് വരുമ്പോൾ ഇപ്പോൾ എല്ലാ ടീമിനും ഒരു ഷർട്ട് സ്പോൺസർ ഉണ്ടാവും. ഇപ്പോൾ റിയൽ മെഡ്രിഡിൻ്റെ കുറേ കാലം എമിറേറ്റ്സ് ആണ്, ലിവർപൂളിന് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്. ഇവരൊക്കെ 1 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലത്തേക്കാണ് സാധാരണ സൈൻ ചെയ്യുക. അപ്പോൾ പൊതുവെ ഒരു ടോപ്പ് ടീമാണെങ്കിൽ ഒരു 75 കോടി 10 കൊല്ലത്തിന്, അങ്ങനെ അത് ഓരോ കൊല്ലം 7.5 കോടിയായിട്ട് കൊടുക്കും. അപ്പോൾ ഇത് അക്കൗണ്ട്സിൽ വളരെ ക്ലിയർ ആണ്. എമിറേറ്റ്സിൻ്റെ അക്കൗണ്ടിലും ഉണ്ടാവും ഞങ്ങൾ മെഡ്രിഡിന് 7.5 കോടി കൊടുത്തു ഈ കൊല്ലം, മെഡ്രിഡിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവും ഞങ്ങൾക്ക് 7.5 കോടി കിട്ടി. സിറ്റിയുടെ പ്രശ്നം വന്നത് എന്താ വെച്ചാൽ സിറ്റി ഓണേഴ്സ് അബുദാബി ഫുട്ബോൾ ഗ്രൂപ്പ്, അവരുടെ ഷർട്ട് സ്പോൺസർ എത്തിഹാദ് എന്താ അബുദാബിയുടെ നാഷണൽ എയർലൈൻ, രണ്ടും ഒരേ ഓണേഴ്സാണ്. അപ്പോൾ സിറ്റിയുടെ അക്കൗണ്ട്സിൽ എത്തിഹാദ് തന്നു എന്ന് പറയുന്ന പൈസ വേറെ, എത്തിഹാദിൻ്റെ അക്കൗണ്ട്സിൽ സിറ്റിക്ക് കൊടുത്തു എന്ന് പറയുന്നത് വേറെ. ഇത് ലീക്ക് ചെയ്തതാണ് ഡെർ സ്പീഗൽ എന്ന് പറഞ്ഞ ജർമ്മൻ മാഗസിൻ. അവർ എങ്ങനെയോ അവർക്ക് നമ്പേഴ്സ് കിട്ടി, ആരോ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ലീക്ക് ചെയ്തതാണ്. അപ്പം ഇതൊരു വലിയ പ്രശ്നം. എന്താ വെച്ചാൽ ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഇൻകം ഉണ്ട് ക്ലബിന്, അത് ടിക്കറ്റ് സെയിൽസ്, TV റൈറ്റ്സ്, സ്പോൺസർഷിപ്പ്, പിന്നെ ഈ ട്രോഫി ജയിക്കണമെന്ന്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗൊക്കെ സിറ്റി കഴിഞ്ഞ കൊല്ലം ജയിച്ചതിന് അവർക്ക് 9 കോടി യൂറോ ഒറ്റ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ അതാണ് നമ്മുടെ ഇൻകം. മറ്റേ ചിലവ് എന്ന് പറയുന്നത് മെയിനായിട്ട് 80%-ലധികം കളിക്കാരുടെ സാലറിയും ബോണസും ഇതൊക്കെയാണ്. ഇത് രണ്ടും തമ്മിൽ 3 കൊല്ലത്തിൽ ഒരു ക്ലബും 10.5 കോടി പൗണ്ടിലധികം ലോസ് വരരുത്. അതാണ് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾ. അപ്പം നമ്മൾ ഉള്ള പൈസയെ നമുക്ക് ചിലവാക്കാൻ പാടുള്ളൂ എന്നാണ്. ഇവർ ഈ സിറ്റി, പാരീസ് സാൻ ജെർമാൻ ഇങ്ങനത്തെ ഈ രാജ്യങ്ങൾ ഓൺ ചെയ്യണ ക്ലബ്ബ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവർ ഒരു അക്കൗണ്ടൻസിന് ക്രിയേറ്റീവ് അക്കൗണ്ടിങ് എന്നാണ് പറയുക. അപ്പം അത് വേറെ എവിടെ നിന്നൊക്കെയോ പൈസ എടുത്തിട്ട് അത് നമ്മുടെ ഇൻകമാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് ചിലവഴിക്കുക, അത് തീർച്ചയായിട്ടും തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മെഡ്രിഡ് ആയാലും ബാഴ്സലോണ ആയാലും പറയുന്നത് ഞങ്ങൾക്കിത് ഇത് യോജിപ്പില്ല, ഇതെന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത്. ഈ ധനത്തിൻ്റെ കാര്യം പറയുമ്പം പ്രത്യേകിച്ചും ഈ ഫുട്ബോളിലേക്ക് വരുന്ന ക്യാപിറ്റലിൻ്റെ കാര്യം പറയുന്ന സമയത്ത് സൗദി അറേബ്യ വലിയൊരു അത് വിപ്ലവമാണോ സൃഷ്ടിച്ചത് അതോ ഫുട്ബോളിനെ പുറകോട്ട് കൊണ്ടുപോകാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം പ്രത്യേകിച്ച് ഈ വേൾഡ് കപ്പിന് ശേഷം തന്ന ട്രാൻസ്ഫറിലൊക്കെ തന്നെ അത് ദൃശ്യമാണ്. അതിനെ പല ഫുട്ബോൾ അസോസിയേഷനും അതിൻ്റെ അകത്ത് നേരിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു പണം കൊടുത്ത് വാങ്ങുന്ന ഇത് ഫുട്ബോളിനെ പ്രത്യേകിച്ചും സൗദി അറേബ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയെ പറ്റി പ്രത്യേകിച്ച് ഒന്ന് പരാമർശിക്കേണ്ടതല്ലേ? അത് ഞാൻ ചെയ്യില്ല. എന്താ വെച്ചാൽ എല്ലാ ലീഗുകളും ഒരു 75 കൊല്ലം മുമ്പ് കൊളംബിയയിൽ കുറേ പൈസ വന്ന സമയത്ത് അവിടെ ഒരു ലീഗ് മില്യനാരിയോസ് എന്ന് പറഞ്ഞ വലിയൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അവിടെ ആൽഫ്രീഡോ ഡി സ്റ്റെഫാനോക്ക് ആദ്യം അവിടെയാണ് പോയത് മെഡ്രിഡിലേക്ക് പോകുന്നതിന് മുമ്പ്. അപ്പോൾ പിന്നീട് സ്പാനിഷ് ക്ലബ്സായി, ഇറ്റാലിയൻ ക്ലബ്സായി, ഇപ്പം ഇംഗ്ലീഷ് ക്ലബ്സിനാണ് ഏറ്റവും പൈസ ഉള്ളത്. അപ്പം എല്ലാവരും ഇത് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിന് മാത്രം നമ്മൾ സൗദിയിൽ വിരൽ ചൂണ്ടി കാണിക്കണതിൽ അർത്ഥമില്ല. പക്ഷേ യുഎഫയുടെ പ്രസിഡന്റ് വരെയല്ലേ അതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇത് സ്കെയില് കംപ്ലീറ്റായി മാറ്റി. മുമ്പൊക്കെ ഇപ്പോൾ ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോകാൻ കാരണം തൻ്റെ ശമ്പളം ഇരട്ടിയാക്കി അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ ഇരട്ടിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ 10 ഇരട്ടിയൊക്കെയാണ് കൊടുക്കണം. അത് കാരണം എന്താ പറയുക ഫുട്ബോൾ എക്കോണമി തന്നെ ആകെ തകർത്തിരിക്കുക. ഇപ്പോൾ ഒരു 20 വയസ്സായ ആൾ വരെ ഇപ്പോൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാതെ അതിൻ്റെ 10 ഇരട്ടി ശമ്പളത്തിന് സൗദിയിൽ പോവുക. അത് ഈ സെൽറ്റ വീഗോൻ്റെ ഒരു കളിക്കാരൻ കഴിഞ്ഞ സമ്മറിൽ അങ്ങനെ ചെയ്തു. അപ്പോൾ അതൊരു തീർച്ചയായിട്ടുള്ള പ്രശ്നം. പക്ഷെ അതിൻ്റെ മറുവശം എന്താ വെച്ചാൽ കളിക്കാർ സന്തുഷ്ടരല്ല പലരും. ലിവർപൂളിൻ്റെ ക്യാപ്റ്റനായിരുന്ന ജോർഡൻ ഹെൻഡർസൺ തിരിച്ച് യൂറോപ്പിലേക്ക് അയാക്സ് ജോയിൻ ചെയ്തു. 6 മാസം കൂടി അവിടെ നിന്നില്ല. ഐമറിക് ലെപ്പോർട്ട് എന്ന് പറഞ്ഞ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെൻറ്റർ ബാക്കായിരുന്ന ലെപ്പോർട്ട് മിനിങ്ങാന്നിട്ട് പറഞ്ഞിട്ടുണ്ട്
പല കളിക്കാരും ഇവിടെ ഹാപ്പി അല്ല, തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ കൃത്യമായിട്ടുള്ള കാരണം? അവരുടെ കുടുംബങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതാണോ? ഹെൻഡേഴ്സന്റെ കേസിൽ അത് മാത്രമായിരുന്നില്ല, ആ ദമാമിലായിരുന്നു ആ ക്ലബ്ബ് കളിച്ചിരുന്നത്. അപ്പോൾ ലിവർപൂളിന് വേണ്ടി 50,000 ആൾക്കാരുടെ മുമ്പ് ക്യാപ്റ്റനായി കളിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ചില മാച്ചിനൊക്കെ നോക്കുമ്പോൾ 1000-1500 ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പം എന്തിനു വേണ്ടിയെന്ന് തോന്നുന്നു നമുക്ക്. എത്ര തന്നെ പൈസ ഒരു മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കരീം ബെൻസിമ വേറൊരു കളിക്കാരൻ ഇപ്പോൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ആൻസ്ലോട്ട് ഇപ്പോൾ റിയാലിലേക്ക് തന്നെ തിരിച്ചു വിളിക്കുന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. കരീം ബെൻസിമയ്ക്കൊക്കെ $10 കോടി ഒരു കൊല്ലം കൊടുക്കണം സൗദിയിൽ. അപ്പം എത്ര തന്നെ 10 കോടി നമുക്ക് ചിലവാക്കാൻ പറ്റും. പിന്നെ കളിക്കാർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ആർക്ക് വേണ്ടി കളിക്കുന്നു. 6 കോച്ചുമാരൊറ്റുണ്ട് ഇപ്പോഴത്തെ കളിയിൽ. ഗോർഡിയോള, ക്ലോപ്പ്, കാർലോ ആൻസ്ലോട്ടി, ബിയൽസ, ചാബി അലോൺസോ, ബയർ ലെവർകുസൻ എന്ന് പറഞ്ഞ ക്ലബിൽ കോച്ച് ചെയ്യുന്ന അലോൺസോ, പിന്നെ വേണമെങ്കിൽ ഹോസെ മൊറീനിയോ എന്നും പറയാം. പേഴ്സണാലിറ്റിക്ക് വേണ്ടി, ടാക്ടിക്സ് അല്ല. ഇങ്ങനത്തെ കുറച്ച് കോച്ചിന് വേണ്ടി എല്ലാ കളിക്കാർക്കും കളിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനത്തെ ആ ക്വാളിറ്റി കോച്ചൊന്നും ഇപ്പോൾ സൗദിയിലില്ല. ആകെ ഒരു ടോപ്പ് കോച്ച് എന്ന് ഞാൻ പറയുന്ന ഒരാൾ അർജൻറ്റീനയുടെ മാർസലോ ഗയാർഡോ, മുമ്പ് റിവർ പ്ലേറ്റിൻ്റെ കോച്ചായിരുന്നു, ഇപ്പോൾ അൽ ഇത്തിഹാദിൻ്റെ കോച്ചായിട്ട് അവിടെ ഉണ്ട്. ആകെ ഗയാർഡോ മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പോൾ ഒരു ടോപ്പ് കോച്ച് എന്ന് പറയാം. അപ്പോൾ കളിക്കാർക്ക് അത് കുറച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യും, ഞാൻ എന്തിനു വേണ്ടി. ഇപ്പോൾ പൈസ കുറേ കിട്ടുന്നുണ്ട്, പക്ഷെ ഇതിപ്പോൾ യൂറോപ്പിലത്തെ ക്രൗഡും ഇല്ല, ആ ഒരു അറ്റ്മോസ്ഫിയറും ഇല്ല. ഞാനൊരു ഏറ്റവും നല്ലൊരു കോച്ചിന് വേണ്ടിയല്ല കളിക്കണം. അപ്പം എന്തിനു വേണ്ടിയെന്ന് തോന്നും കുറച്ച് കഴിഞ്ഞാൽ. ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഇപ്പോൾ നടക്കുന്നൊരു ചർച്ചാ വിഷയമാണ് 2023 ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ പ്രഖ്യാപിച്ച്, അതിൻ്റെ മുമ്പ് ബാലൻ ഡി ഓർ പ്രഖ്യാപിച്ച്. രണ്ടും ലയണൽ മെസ്സിക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനോ അടക്കമുള്ളവർ ഇതിലുള്ള സുതാര്യത ചോദിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പറയത്തക്ക കിരീടമൊന്നും 2023 മെസ്സിക്കില്ല എന്നാണ് ഇതിനെ വാദിക്കുന്നവർ പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും കയമ്പുണ്ടോ? ഒന്നുമില്ല. എന്താ വെച്ചാൽ എനിക്ക് ഫിഫ അവാർഡ്സിനെ പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. എന്താ വെച്ചാൽ അത് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഇതാണ്. ബലോൺ ഡോർ ശരിക്കും ഒരു വിലയുള്ള ഒരു അവാർഡാണ്. ബലോൺ ഡോർ പക്ഷെ ഇക്കൊല്ലം കൊടുത്തതിൽ അതിലൊരു മാറ്റം ഉണ്ടായത് എന്താ വെച്ചാൽ, അത് ആ കലണ്ടർ ഇയർ നോക്കുന്നതിന് പകരം ഓഗസ്റ്റ് 1, 2022 തൊട്ട് ജൂലൈ 31, 2023 വരെ ആ പീരീഡാണ് അവർ നോക്കിയിട്ട്. ആ പീരീഡിൽ മെസ്സി ഒരു ലോകകപ്പ് ജയിച്ചു. അത് മെസ്സി കാരണം തന്നെയാണ് ലോകകപ്പ് ജയിച്ചതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മെസ്സിക്ക് അല്ലാതെ ആർക്കാ കൊടുക്കാൻ പറ്റുക? വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആ പീരീഡിലല്ല ഇപ്പോൾ ബെൻസിമ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചത്. ഹാളൻഡ് കുറേ ഗോൾ അടിച്ചു എന്ന് പറയാം, പക്ഷെ ഹാളൻഡ് വേൾഡ് കപ്പിൽ കളിച്ചില്ല. അപ്പം അങ്ങനെയൊക്കെ വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സിക്ക് തന്നെയാണ് അത് കിട്ടേണ്ടത് ആ പീരിയഡിൽ. നേരെ തിരിച്ച് 2023 ജനുവരി 1 തൊട്ടാണ് നോക്കണമെന്ന് വെച്ചാൽ മെസ്സിക്ക് ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഈ ബലോൺ ഡോർ ഈ ഒരു പീരിയഡിലാക്കിയത് കാരണം അതിലെനിക്കൊരു ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ 2023 നോക്കിയിട്ടുള്ളത്. ഫിഫ ചെയ്യേണ്ടത് പലതും നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ലുക്സിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അവസാനമായിട്ട് നമ്മളിപ്പം വീണ്ടും വംശവെറി വളരെ രൂക്ഷമായിട്ട് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഫുട്ബോൾ കളിക്കളത്തിലേക്ക്. മാത്രമല്ല ഫിഫയുടെ പ്രസിഡന്റിനെ നേരിട്ട് പറയേണ്ടി വന്നു, ഫോർഫീറ്റ് ചെയ്യേണ്ടി വരും അത്തരം കാണികൾ. കഴിഞ്ഞ ആഴ്ചയാണ് സംഭവിച്ചത് ഇല്ലേ? അതൊരു പെട്ടെന്ന് തന്നെ വീണ്ടും വംശീയത ഭയങ്കരമായിട്ട് രംഗത്തേക്ക് വരുന്നൊരു അവസരമായിട്ട് തോന്നുന്നു. പക്ഷെ അത് ഫുട്ബോൾ നടത്തണവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഇത് ഈ തീ കൊളുത്തുന്നതൊക്കെ പുറത്തുനിന്ന് രാഷ്ട്രീയക്കാരാണ്. അപ്പം ഏത് നാട്ടിൽ നോക്കിയാലും അതിപ്പോൾ ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് നമ്മൾ കാണുന്നത് പണ്ടത്തെ ഈസ്റ്റേൺ യൂറോപ്പിൽ ഹംഗറി, യുക്രൈനിൽ ഇപ്പോൾ ഫുട്ബോൾ ഇല്ല. മറ്റേ ക്രൊയേഷ്യ, ഇവിടെയൊക്കെ. പിന്നെ വെസ്റ്റേൺ യൂറോപ്പിൽ ഇല്ല എന്നല്ല ഞാൻ പറയണത്, എല്ലാവിടെയും ഉണ്ട്. ഏഷ്യയിൽ നടക്കുന്നുണ്ട്. ഇപ്പം കറുത്ത വർഗ്ഗക്കാരെ
കുരങ്ങന്മാരുടെ ശബ്ദം ഉണ്ടാക്കുക, അവർക്ക് ബോൾ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു സോഷ്യൽ പ്രോബ്ലമാണ്. അത് ഫുട്ബോളിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സൊസൈറ്റിയിൽ നിന്ന് നമുക്കത് മാറ്റാൻ പറ്റാതെ ഫുട്ബോളിന് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ വിജയം അടിയറ വെക്കുക എന്നുള്ള ഒരു തീരുമാനമുണ്ടല്ലോ, അങ്ങനെ ചെയ്യേണ്ടി വരുന്ന പറഞ്ഞത്. അല്ല, അത് ചെയ്യാൻ പറ്റും. ഒരു കാര്യം വളരെ കർശനമായിട്ട് ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ UEFA ഒക്കെ ഹംഗറിയുടെ നാഷണൽ സ്റ്റേഡിയം ബുഡാപെസ്റ്റ് 3 മാച്ചിന് ക്ലോസ് ചെയ്തു വരും ഈ റേസിസ്റ്റ് ചാൻറ്റിങ് കാരണം. അത് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമുക്ക് ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു സിറ്റി വേണമെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ഇനി ഇവിടെ 2 കൊല്ലത്തേക്ക് കളി കളിക്കില്ല, അല്ലെങ്കിൽ ഇവിടെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് കളി നടത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് മാത്രമേ നടക്കുള്ളൂ ശരിക്കും. പിന്നെ ലൈഫ് ടൈം ബാനും. ഇപ്പോൾ UK ഇപ്പോൾ ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ഒരു കാലത്തും ഒരു ഗ്രൗണ്ടിൽ പോകാൻ പറ്റില്ല. അവൻ്റെ ആ ഗ്രൗണ്ടിലെന്ന് മാത്രമല്ല, വേറെ 92 ക്ലബ്ബുള്ള അവരുടെ ഒരു ഗ്രൗണ്ടിലും കയറാൻ പറ്റില്ല. അത് മാത്രമേ ഒരു വഴിയുള്ളൂ.